പരിശുദ്ധ പരമദിവ്യകാരുണ്യം കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കയ്യിൽ തുടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എബ്രഹാം ചെയ്തതുപോലെ ഒരുടമ്പടിയാണ് ഞങ്ങൾ ചെയ്തത്. ഉടമ്പടി വിഷയങ്ങളിലെ ഞങ്ങൾ ചില കാര്യങ്ങള് താമസിച്ചാലും അത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ജഡലോകത്തിലേക്ക് പാപശീലങ്ങളിലേക്ക് തിരികെ പോകാതിരിക്കാൻ ശക്തി തരണമേ. എബ്രഹാത്തിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, തിരുവചന വെളിപാടിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടി ചെയ്ത മക്കളാണ് കർത്താവേ. ഒരിക്കലും പുറകോട്ട് നോക്കാൻ, പുറപ്പോൽ തിരിഞ്ഞു പോക്കാൻ ഞങ്ങൾക്കിടവരാത്ത രീതിയിൽ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക മുദ്ര പതിയണമേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. അവൻ്റെ പ്രതിസുത വധു നിന്റെ കൂടെ തിരിച്ചു പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക്. എബ്രഹാം എവിടുന്നാണ് വരുന്നത്? ഊറിൽ നിന്നാണ് വരണത് അല്ലേ? കാനാൻ ദേശത്താണ് ഇവിടെ താമസിക്കുന്നത്. ഊറിൽ നിന്നാണ് വരണത്. ഊർ എവിടെയാണ്? ഇറാഖിലാണ്. ഇപ്പോഴത്തെ ഇറാഖിലാണ് ഊറെന്ന് പറയണത്. അവിടെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സതദൈവ ആരാധന ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് പറയണത്, എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ സത്യമല്ലാത്ത പല ജീവിത രീതികൾ, പല പെരുമാറ്റ ശീലങ്ങൾ, പല സ്വഭാവശീലങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 23:8 എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത്, ദൈവപൈതൽ തിരികെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ ഈ പുറപ്പാട് 23:8 പുറപ്പാടിൻ്റെ ഉൽപ്പത്തി 23:8 പുറപ്പാട് 16:3 ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയുടെ അർത്ഥപിടിപ്പിക്കുന്ന ഗന്ധവും, ഈ രണ്ട് വചനങ്ങളും നമ്മളോട് എന്താ പറയണത്? നമ്മൾ ദൈവത്തെ പ്രതി ഉപേക്ഷിച്ച് കളഞ്ഞ മ്ലേച്ഛ പാപങ്ങളിലേക്ക് ദൈവപൈതലെ തിരിച്ചു പോകരുത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടിയിലെ വിട്ടുവീഴ്ചയുടെ മദ്യപാനങ്ങള്, ജഡീക തിന്മകള്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, കുടുംബത്തിൻ്റെതായ ജനഹീനതകള്, മാനസിക വിഷമതകള്, കർത്താവേ, ഉടമ്പടി ചെയ്ത ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഇടയാകാത്ത വിധം ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദിവസവയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ ധൈര്യം നൽകി കീർത്തികളാകാം ഭാവിയ കർത്താവേ. എല്ലാവരും സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കുന്നു. എല്ലാവരും പാടട്ടെ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കുമെന്നാമ. സൈന്യങ്ങൾ തൻ കർത്താവേ അബ്രാഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വസ്തതയുടെ ഒരു അടയാളമാണ് തിരിച്ചു പോകാതിരിക്കാനുള്ള തീരുമാനം. നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴോ, പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥന അല്ലേ? സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പച്ചത്തിരി കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ ഓർക്കണം, കർത്താവെ തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കണമേ. കുശുമ്പ്, കുഞ്ഞായ്മ, അതുപോലെ തന്നെ അസൂയ, പരദൂഷണ, ഇങ്ങനെയുള്ള എല്ലാത്തിലെയും നമ്മൾ തിരിച്ചു പോകുന്നതാണ്, വിട്ടു പോകുന്നതാണ്. ഇനി അതിലേക്ക് തിരിച്ചു പോരാതിരിക്കാൻ, അപ്പം നിനക്ക് ഭൗതികമായ ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ താമസിച്ചാലും നീ പഴയതിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ അതെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്ന് നിനക്കറിയാവോ? ശരണമെന്ന പുണ്യമായിട്ടാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ മകൻ്റെ ജോലി അല്ലെ നിൻ്റെ വിവാഹം. ഇപ്പം ഇന്നൊരു സാക്ഷ്യം കണ്ടില്ലേ, 44 വയസ്സുള്ള മകൻ വിവാഹം കഴിച്ചു. അവൻ്റെ ഭാര്യ എവിടെ നിന്ന് വന്ന്? സ്പെയിനിൽ നിന്ന് വന്നതാണ്. ദാറ്റ് മീൻസ് നിനക്ക് 44 വയസ്സായാലും ജീവിത പങ്കാളി സ്പെയിനിലായാലും കാനഡ ആയാലും കർത്താവ് പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ കെട്ടിക്കുമെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ മനസ്സിലാകണ്ടേ? അത് ഏത് സ്പെയിനിലായാലും വത്തിക്കാനിലായാലും ഫ്രാൻസിലായാലും നിനക്ക് 40 കഴിഞ്ഞ് 44 മാതാവ് വിചാരിച്ച ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് നിന്നെ കല്യാണം കഴിപ്പിക്കുക. അമ്മയുടെ ഒത്തിരിയേറെ വധുക്കളും വരന്മാരും ഉണ്ട്. നിൻ്റെ ജീവിതം അമ്മയ്ക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതാണ്. കാര്യം എന്താണെന്നറിയാവോ? വിവാഹവേളയിൽ വരനെ കാണാതിരുന്ന സംഭവമല്ല, വീഞ്ഞ് തീർന്നു പോയ സംഭവത്തിന് പോലും സമാധാനം ഉണ്ടാക്കിയ ആളാണ്. കൈയിട്ടിച്ച് കർത്താവില്ലേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം മരുഭൂമി യാത്രയാകുമ്പോൾ സ്വാഭാവികമായ വാഗ്ദാനം നാട് അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിൽ സ്വാഭാവികമായി കുറച്ച് കഴിച്ച അനുഭവങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്ക് ഉള്ള യാത്രയാണല്ലേ. മകൻ്റെ കല്യാണമായാലും മകളുടെ കല്യാണമായാലും ജോലിയായാലും വീടായാലും കടങ്ങളുടെ പരിഹാരമായാലും അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ. അതിലിടക്കൊക്കെ ഇത്തരത്തിൽ കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതിനെ മധുരിപ്പിക്കണം. എല്ലാ കഴിച്ച അനുഭവങ്ങൾക്കും മധുരിപ്പിക്കാൻ കഴിയും. അവർ ചെങ്കടൽ കടന്ന് മഹാത്ഭുതം കണ്ട് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ഷൂർ മരുഭൂമി വന്ന് വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ
പിന്നെയും മുന്നോട്ടാണ് അവർ പോണത്. മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് വെള്ളമില്ലാതെ 2.5 മാസത്തോളം ഇങ്ങനെ വരണ, 2.5 മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ വെള്ളം കാണാതെ നല്ല ദാഹവും പരമേശ്വരവും ഉണ്ടാവും. പക്ഷെ അവസാനം അവർ വെള്ളം കണ്ടുപിടിക്കും. ആർത്തിയോടെ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ട്, എന്താണത്? കയ്പ്പ്. കഴിച്ചനുഭവം ഉണ്ടാവും. ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിച്ചെന്നും വരും. കഴിച്ചനുഭവമാണതേ. കാനഡയിൽ കൊണ്ടുപോകാമെന്ന് മാട്ടായി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിക്കും. ഈ യാത്രയിൽ കഴിച്ചനുഭവങ്ങളുണ്ടാവും. നമുക്ക് ഓഫർ ചെയ്തിരുന്ന ആൾക്കാർ, സ്ഥലം മേടിച്ച ആൾക്കാർ, സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തന്ന ആൾക്കാർ, നമ്മൾ ആ പ്രമാണം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും. പക്ഷെ പ്രമാണം ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് പറയും, ഞങ്ങൾക്ക് സ്ഥലം വേണ്ട, നിങ്ങൾ വിൽക്കുമ്പോൾ ഞങ്ങൾ തന്ന കാശ് തന്നാൽ മതി എന്ന് കഴിച്ചനുഭവമായി. അപ്പോൾ നമ്മളെല്ലാ അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ ചില കഴിച്ചനുഭവങ്ങളുണ്ടാകും. എല്ലാ കഴിച്ചനുഭവങ്ങളെയും മധുരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സാക്ഷികൾ കയറി പറഞ്ഞിട്ട് പോയത്, അല്ലേ? മോസസിനോട് പറഞ്ഞു, ഈ വെള്ളം കയ്പാണ്, മാറാ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കയ്പെന്നർത്ഥം. വെള്ളം, ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കയ്പെന്നാക്കി കളഞ്ഞു. മാറായിലെത്തിയപ്പോൾ വെള്ളം കഴിച്ചു. അപ്പോൾ ജനം പറഞ്ഞു, ഇത് കുടിക്കാൻ പറ്റണില്ല, എന്ത് കുടിക്കും ഞങ്ങളെന്ന് ചോദിച്ചു. മോസസിനോട് ചോദിച്ചത് എന്താണ്? ഞങ്ങൾ വെള്ളം കയ്പായി പോയി, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചു. എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് ആരാ? കർത്താവിൻ്റെ കാലം വന്നപ്പോൾ നമ്മൾ ഇപ്പോഴേ കേൾക്കുന്ന വചനം എവിടെ നിന്നാണ് കേൾക്കണത്? പുറപ്പാട് 15:24 നിന്നാണ്. പുറപ്പാട് 15:24. ഇത് വെള്ളം കയ്പാണ്, ഞങ്ങൾ എന്നാ കുടിക്കും എന്ന് ചോദിക്കും. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും എന്നൊക്കെ ചോദിക്കണത് ആരാ? അവിശ്വാസികളാണെന്നാണ് കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറഞ്ഞത്. വെള്ളം കഴിച്ചിട്ടല്ല, അവർക്ക് വിശ്വാസം കുറവാകുമ്പോൾ വെള്ളം കഴിക്കണതാ. ഇപ്പം നമ്മൾ ലൂക്ക 6:32 വായിക്കണത് എന്താണ്? എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്ന് ചോദിക്കണത് അവിശ്വാസികളാണെന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് പുറപ്പാട് ചോദിക്കണത്, അല്ലേ? 15:24. എന്തുകൊണ്ടാണ് എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത്? എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് വിശ്വാസം കുറവുള്ളവരാണ്. വെള്ളം കഴിക്കണത് ആർക്കാണ്? വിശ്വാസം കുറവുള്ളവർക്കാണ്. വെള്ളം കഴിച്ചതാണെങ്കിൽ അതിനെ മധുരിപ്പിക്കാൻ ആർക്ക് കഴിയും? വിശ്വാസിക്ക് കഴിയണം. മോസസ് ദൈവത്തോട് ചോദിക്കും, വെള്ളം കുടിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വളരെയേറെ സങ്കടപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മോസസിനോട് എന്നാ പറഞ്ഞത്? ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു, ഇല്ലേ? നമ്മൾ പുറപ്പാട് 15:24 മോസസിന് ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുക്കും. മരക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് ദൈവം എന്ത് പറയും? നീ ആ മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് കയ്പ് വെള്ളത്തിലിടാൻ പറയും. ഉടനെ മോസസ് മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടുവന്ന് കയ്പ് വെള്ളത്തിലിടും. ശരിക്കും പറഞ്ഞാൽ എന്താ ഇടണത്? ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അങ്ങനെ ഒരു മരം മാറായിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മഴുവെടുത്തോണ്ട് നടക്കി മരം കണ്ടുപിടിക്കാൻ വേണ്ടി. യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ മതം കഴിക്കും, ദൈവവിശ്വാസം കഴിക്കും. വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്.
പ്രഭാഷകൻ എന്താ പറയണത്? മരമാണോ മധുരിപ്പിക്കണത്? അല്ല. കർത്താവേ, പ്രഭാഷകം 38:5, കർത്താവേ അങ്ങയുടെ ശക്തിയാൽ കയ്പ് വെള്ളത്തെ അങ്ങ് മധുരിപ്പിച്ചു വന്ന് കൈ ഇടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, സഹനാനുഭവങ്ങൾ, ദുരിതാനുഭവങ്ങൾ മധുരീകരിക്കാൻ കർത്താവേ ദിവ്യ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, മധുരിക്കുന്ന അനുഭവങ്ങൾ നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. എന്നോട് പേര് മരിയ ജൂബിൻ. ഞാൻ തമിഴ്നാട് വീഴുപുറം എന്ന ഊരിൽ നിന്ന് വരികേൻ. പരിശുദ്ധ അമ്മ മാതാവും തിരുകുമാരനും എനിക്കും என் குடும்பத்துக்கும் செஞ்ச அனைத்து நன்மைகளுக்கு நன்றியாகவே ஒரு சாட்சியாய் நான் இந்த மேடையில் நிற்கிறோம். நான் ஒரு என்ஜிஓவாய் ஒர்க் பண்ணுறாங்க. தமிழ்நாட்டில் 20 வருஷ காலமாக ரோഡിൽ சுற்றி திரியണ மனநிலை பாதிக்கப்பட்ட மக்களுக்காக ஒரு காப்பகம் நடத்தி வந்திருந்தோம். என்னுடைய காப்பகத்தில் 234 மனநிலை பாதிக்கப்பட்ட மக்கள் இருந்தாங்க. 2023 ഫെബ്രുവരി മാസം 9-ാം തീയതി எங்களுடைய ஸ்டேஷன் பக்கத்தில் இருக்கிறவங்களுடைய பேச்சினாலே ഞങ്ങളുടെ ഊരിലെ DSP ഒരു 500 പോലീസ് 1500ഓളം പബ്ലിക്ക് எங்களுடைய நிறுவனத்தினு ചുറ്റും റൗണ്ട് செஞ்சு എന്നെയും என்னுடைய ஆசிரமத்தையும் தவறான புரிந்தினால் காரணத்தினாலே 150 நாள் சிறைவாசம் அனுபவிக்க வேண்டி வந்துட்டாங்க. நாங்கள் எந்த தப்பு செய்யலாம், தவறும் செய்யலாம். ഞങ്ങളുടെ ഊഴിയം അംഗീകരിക്കണ അണത്ത് പോലീസുകാരങ്ങൾ എല്ലാ കോർട്ട് ഓർഡറോടുകൂടി ഞങ്ങൾ ചെയ്യണം നിർവ്വഹണം. എല്ലാ പേപ്പേഴ്സും എല്ലാ പ്രൂഫോടുകൂടി ഞങ്ങൾ നടത്തണം നിർവ്വഹണം. അവിടെ ഇവിടെ ഞങ്ങളുടെ നിർവ്വഹണത്തിനെതിരാக തവണ കേസ് പോട്ട് ഞങ്ങളെ ജയിലിൽ വെച്ചാங்க. நான் என்னுடைய ஹஸ்பண்டு என்னுடைய நிறுவனத்தில் வேலை செய்வோர் 7 பேர். நாங்கள் 145 நாள் ജയിലിൽ இருந்தேன். പരിശുദ്ധ അമ്മ മാതാവിനുടെ ഉടമ്പടിയിൽ 2019 ആണ്ടിലിരുന്ന് ഞാൻ സ്ഥിരமாக ஒரு நாள் கூடி தவறாமல் உடம்படியில் இருக்கிறாங்க. அந்த நேரத்திலான 2023 இந்த மாதிரி ஒரு சம்பவம் நடக்குது. ജയിലിലേക്ക് போனாங்க. അங்கേയും പോയി ഞാൻ പരിശുദ്ധ മാതാവേയും തിരുക്കുമാരനോടും അഴുതോടെ കണ്ണീരോടെ ജപിച്ചിട്ടിരുന്നാങ്ക. പരിശുദ്ധ അമ്മയും മാതാവേ, എനിക്കും എங்கள் കുടുംബത്തിനും என்னுடைய நிறுவனത്തിന് എതിരാകെ എന്താണ് പൊയ്യാണ് കേസ് കൊടുത്തത് ഉണ്മയെ തെரிய വെക്കണം சொல்லிட்டு அப்படி நாங்கள் 7 நாள் தங்கிட்டிருந்தாங்க. 7 நாளில் கேஸ் போலீஸ்கார் தான் கொடுத்துருந்தாங்க. 8ஆம் நாளில் CBCIDக்கு கேஸ் கைமாறினாங்க. വളരെ സന്തോഷപ്പെട്ടെ. CBCIDക്ക് കൈമാറ്റപ്പെട്ടതിനാൽ എങ്ങൾക്ക് വെற்றி கிடைக்குമെന്ന മുഴു നம்பிக்கை എങ്ങൾക്ക് ഇരുന്ന് ഞങ്ങൾ ജയിലുക്കുള്ളേ ഉட்கார்ந்திരുന്ന് ഞങ്ങൾ ജപം பண்ணிட்டிருந்தே. எங்களுக்கு ജയിലിൽ നിന്ന് வெயில் கிடைச்ச உடனே நான் இங்கே வந்து ஃபாதரை பார்த்தோம். ஃபாதர்கிட்ட பிளெஸ்ஸிங் வாங்கணும் ജപിച്ചിട്ടേ இருந்தாங்க. இந்த 2 വർഷക്കാലം നടന്നിട്ടിരുന്ന കേസ് ഞാൻ 2025 ഫെബ്രുവരി മാസം 26ആം തീയതി இங்கே வந்து തനിപ്പെട്ട മുറിയിൽ വീണ്ടും മാതാക്കിട്ട് ജപിച്ചിട്ടിരുന്ന മാതാവേ, ഇത്ര നാൾ ഞാൻ ജപിച്ചിരുന്ന ജപത്തിൽ ഏതാവത് തവറുകൾ ഇരുന്നാൽ എന്നെ മன்னிச்சிடுங்க അമ്മ. ഞാൻ ഇന്നേ മുതൽ ഞാൻ പൂർണ്ണമായി എന്നെ മാറ്റാൻ എനിക്ക് എന്നോട് കേസ് വാദിക്ക് വേണ്ടിയത് പരിശുദ്ധ അമ്മ മാതാവ് നീയാണ്. നീ കോർട്ടിലെ ജനാധിപതിയായിട്ട് കടന്നു വരേണ്ട ഈശോയെ നീയാണ്.
എൻ്റെ കേസ് എത്രയും പെട്ടെന്ന് തന്നെ സീക്രത്താൽ നീ முடிச்சு കൊടുക്കണമെന്ന് ജപം பண்ணிட்டுருந்தேன். இந்த மாதம் 8ஆம் தேதி எனக்கு கோர்ட் ஆர்டரோடு தான் நான் இப்போ இந்த அம்மா மதன் திருசன்னதி நிற்கிறேன். என் பேரிலோ என்னுடைய குடும்பத்தின் பேரிலோ என்னோட நிறுவனத்தின் பேரிலோ எந்த தப்பும் தவறும் நடக்கல என்று ஹைகோர்ட் ஆர்டரோடு வந்து நான் சாட்சி சொல்கிறேன். அந்த நேரத்தில் എനിക്ക് ജയിലിൽ ഇരിക്കുമ്പോൾ എന്നോട് കഴുത്തിൽ ഒരു ചിന്നதாக ഒരു കട്ടി വന്നேன். ഞാൻ വെളിയിലെടുത്ത് വെളിയിൽ വന്നேன். ഹോസ്പിറ്റലിൽ പോയിട്ടിരുന്നேன். 2 ബയോപ്സി എടുത്ത് பார்த்தேன். 2 பயோப்சியிலும் என்னுடைய சலிவரி கிளாண்டில் ஸ்டோன் இருக்குதான் சொன்னாங்க. மெடிசின் சாப்பிட்டுட்டு இருந்தேன், குறையல. திரும்பி நான் பாண்டிச்சேரி ஜிப்மர் ஹாஸ்பிட்டலுக்கு போனேன். அங்கே போன உடனே அங்கேயும் ஒரு பயோப்சி எடுத்து பார்த்தேன். பயோப்சி ரிப்போர்ட் வருമ്പോൾ என்னுடைய சலிவரி கிளாண்டில் கேன்சர் എന്ന് நிரூபிச்சிட்டாங்க. ஆப்ரேஷன் நல்ல முறையில் முடிக்கிறதுக்காக நான் திரும்பியும் ஃபாதர்கிட்ட வந்தேன். ப்ளெஸ்ஸிங் பண்ணினேன், சைத்து பூசி ஃபாதர் எனக்கு ஜெபம் பண்ணினாங்க. நான் ரிட்டர்ன் போனாங்க. ஹாஸ்பிட்டலில் 2 தடவை அட்மிட் ஆகும்போதும் போஸ்ட்போண்ட் ஆயிடுச்சு. இந்த ஆப்ரேஷன் பண்ண முடியாது, இது உயிருக்கு ஆபத்து, ஆப்ரேஷன் பண்ணனா அன்னைக்கே இறந்து போயிடும் சொன்னாங்க. ஏன்னு கேட்டால் இந்த கழுத்தில் வர்ற வெயின்ஸு இந்த கட்டி மேலே ஒட்டிட்டு இருந்ததுனாலே அந்த கட்டி எடுக்க முடியல, கல் மாதிரி ஆகிப்போச்சு. அப்புறம் டாக்டர் என்ன சொன்னாங்க, இறந்து போயிடும். ஹஸ்பண்ட்கிட்ட கையெழுத்தெல்லாம் வாங்கினாங்க. அப்புறம் என் ஹஸ்பண்ட் சொல்லிட்டு மாதா இருக்கிறாங்க, ஒன்றும் எனக்கு அவளுக்கு வராதுன்னு சொன்னாங்க. ஆப்ரேஷன் பண்ணினாங்க. இன்றைக்கி 1 வருஷமும் 1 மாதமும் நான் நல்லா இருக்கிறேன். வீட்டிலே அனைத்து வேலைகளும் நான் தான் செய்கிறேன். ஆண்டவரும் பரிசுத்த அம்மா மாதாவும் எனக்கு செஞ்சால் நன்மகளுக்கு நன்றி கூறுகிறேன். 3ஆவதாகி இந்த ரேடியேஷன் எல்லாம் முடித்து நான் வீட்டில் இருக்கும்போது மார்ச் மாதம் 21ஆம் தேதி ഞാൻ ഹാളിലെ സ്വല്പமாக തണ്ണിയിൽ കീഴെ വിழுந்தேன். കാലിനുடைய മുട്ടെലുമ്പ് തേയ്മാനം ഇത് எழுந்துட்டாங்க. ஹாஸ்பிட்டலுக்கு போனாங்க. மாதாக்கிட்ட நான் ஜெபம் பண்ணினேன், மாதாவே எனக்கு எல்லாம் தாங்குற குறைவையும் சக்தி நீ தந்துட்டு இருக்குது, எல்லாம் தாங்கின அளவுக்கு எனக்கு சக்தியும் வேலும் கொடுங்க ஆண்டவரே சொல்லி பரிசுத்த மாதாவிட மத்தியஸ்தையாக ഞാൻ ஜெபம் பண்ணிட்டு இருந்தேன். ஆண்டவனுடைய குறையாலும் பரிசுத்த அம்மா மாதாவினுடைய ஆசீர்வாதத்தாலும் ഞാൻ இன்னும் நல்லா இருக்கிறாங்க. எந்த ஆப்ரேஷனும் எதுவுமே பண்ணாமல் இன்றைக்கி நல்லா இருக்கிறாங்க. பரிசுத்த மாதாவு செய்த அனைத்து நன்மைகளுக்கும் நன்றி சொல்லணும். அதே மாதிரி 2021 என்னுடைய ஆசிரமத்தில் 80 பேருக்கு கொரோனா பாதிப்பு வந்துட்டேன். கொரோனாவில் ஒரு பேஷண்ட்ஸு கூடியும் என்னுடைய ஆசிரமത്തിന് டெத் ஆகலை. அந்த அளவுக்கு பரிசுத்த மாதாவு ஆசீர்வதிச்சுட்டாங்க. கொரோனா சொன்ன உடனே തന്നെ நான் என்ன செஞ்சேன், பரிசுத்த அம்மையுடைய உடம்படி தைலம் எடுத்து எல்லாருக்கும் சிலுவை போட்டு ஜெபம் பண்ணிட்டு இருந்தாங்க. அந்த உடம்படி தைலத்தினோட சக்தியால் என்னோட ஹோமில் ஒரு பேஷண்ட்ஸு கூடி கொரோனாயால் சத்து போகலாம், நல்லா இருக்கிறாங்க. பரிசுத்தம் அதே மாதிரி பிரேஷித பிரார்த்தனை ഞാൻ செய்கிறேன். இங்கே என்னோட வாங்கிட்டு போன பேப்பர்கள் 2 நாளில் 3 நாள் தான், அதுக்குள்ளார எல்லாம் முடிச்சுடுவேன். நான் பேப்பர் கொடுக்கும்போது அம்மா மாதாவிൻ്റെ உடம்படி தைலம் எடுத்து நான் சிலுவை போட்டு ஜெபம் பண்ணி, இந்த பேப்பர் ஆருக்கு கையில் கொடுக்குறீங்களோ அவர் பரிசுத்த மாதாவே தெரியணும், அவங்க மாதாவை தேடி வரணும். அவங்கள இந்த பேப்பர் படிக்கும்போது அவருடைய கஷ்டம் துன்பங்களை எல்லாம் ஆண்டவரே நீ எடுத்து மாற்றணும் சொல்லி அர்ஹதப்பட்டவங்களுடைய கையிலே போய் சேர்றதுக்காக பார்த்து நான் இந்த பேப்பர் கொடுத்துருவாங்க. காருண்ய பிரவர்த்திகள் நான் செய்வேன். ஆசிரமத்தில் இருக்கிற மக்களுக்கு நான் சாப்பாடு ஓடுவேன். அதே தவிர பஸ் ஸ்டாண்டில் ரயில்வே ஸ்டேஷனில் இருக்கிற மக்களுக்காக நான் சாப்பாடு செய்வேன், சாப்பாடு போடுவேன். அதே மாதிரி குர்பானியில் போன முடியும் டைம்லெல்லாம் போவேன். എനിക്ക് இந்த உடம்படியிலൂടെ എനിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഈ ഉടമ്പടി എന്നെ ശക്തിപ്പെടുത്തി കൊണ്ട് தான் இருக்கிறாங்க. அதே மாதிரி மற்றவங்களுடைய கஷ்டத்தை புரியறதுக்கும் மற்றவங்களுக்கு உதவி செய்கிறதுக்கும் என்னாலே முடிஞ்ச உதவிகள் நான் செஞ்சுட்டு இருக்கிறாங்க. ப்ரேயர் பண்ணுறதுக்கே ஒரு நாளைக்கு ஒரு 3 மணி நேரம் 4 மணி நேரம் அதுக்காக ஒதுக்குறேன். டெய்லி அரை மணி நேரம் கண்டினியூவாக தவறாமல் நான் பைபிள் படிச்சுட்டு தான் இருக்கிறேன். பரிசுத்த அம்மா மாதாவும் ஆண்டவரும் எனக்கு செய்தான், എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത അനത്ത് നന്മകൾക്ക് നന്ദിയാകവേ ഈ സാക്ഷ്യം ഞാൻ കാഴ്ചവെக்கிறோம். അതേമാതിരി என்னுடைய ആശ്രമത്തിൽ മഞ്ചേരിയിൽ ഇരിക്കണ ഒരു സഹോദരൻ സുൽഫി അവരുടെ പേര്, അവൻ 30 അടി ഹൈറ്റിൽ കിടന്ന ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്
கீழே விழுந்துட்டாங்க. கீழே விழும்போது நேரம் எங்களோட பக்கத்தில் இருக்கிற ஹாஸ்பிட்டலுக்கு நான் அழைச்சிட்டு போனேன். அங்கே அவனை 1 மாதம் பெட்டில் வச்சு பார்த்தேன். அவனே முடியல, அவன் அவ்வளோதான் சொல்லிட்டாங்க. அப்புறம் அங்கேருந்து ஞான் பாண்டிச்சேரி ஹாஸ்பிட்டலுக்கு ரெஃபர் பண்ணாங்க. அங்கே ஒரு 2 மாத காலம் நாங்கள் பெட்டில் வச்சு அவனை பார்த்தாங்க. முடியல சொல்லிட்டாங்க, அவ்வளோதான். பின்னாடியெல்லாம் பெட் சோறு வந்துச்சு, நடக்க முடியல, ரொம்ப கஷ்டப்பட்டேன். அப்புறம் எனக்கு ஹோமிலே பெட்டரன் பேஷண்ட்ஸினை வைக்க பார்க்குறதுக்கு பெர்மிஷன் கிடையாது. ஒளி மனதில் பாதிக்கப்பட்ட சைக்காட்ரிக் பேஷண்ட்ஸினை மட்டும்தான் வைக்க முடியும். ഞാൻ അങ്ങിരുന്ന് വിറവത്തുള്ള ജോൺസൺ അണ്ണനുடைய ஒரு ஹோமுக்கு நான் இந்த சகோதரனை அங்கே மாற்றினாங்க. இன்னைக்கு இந்த நேரமும் அந்த பையன் நல்லா இருக்கிறாங்க, சூப்பராக இருக்கிறாங்க, நடக்கிறாங்க. அடுத்த பக்கத்துக்கு பெட்டில் இருக்கிற பேஷண்ட்ஸுக்கு அவனால் உதவி செய்கிறாங்க. சந்தோஷமாக அவன் அங்கே இருக்கிறாங்க. அதுக்கும் ஆண்டவரும் பரிசுத்த தூய அம்மா மாதாவும் செய்த நன்மைகளுக்கு நன்றியாக நன்றி சொல்கிறார். அதே மாதிரி கும்பசாரம் பாவ சங்கீர்த்தனம் நான் பண்ணுவேன். மாதத்துக்கு ஒரு தடவை பாவ சங்கீர்த்தனம் செய்வேன். கோவிலுக்கு போவேன். கோவிலில் இருக்கிற வேலைகளோடு ഞാനും சேர்ந்து செய்வேன். அதே மாதிரி நான் சொல்ல மறந்துட்டேன், என்னோட நான் ஜெயிலுக்கு போன சமயத்து என்னோட ஹஸ்பண்டினுடைய ட்ரஸ்டினுடைய பேங்க் அக்கௌண்ட்டு சிபிசிடி பிளாக் பண்ணி வச்சுருந்தாங்க. என்ன கேட்டால் எனக்கு ஃபாரினில் இந்த ஃபண்டு வராங்க, கவர்மெண்டில் இந்த ஃபண்டும் கிடையாது, அவங்க எப்படி தான் இந்த மாதிரி இந்த அளவுக்கு பெரிய சூழியம் செய்கிறாங்க, அதனால் இவங்க எப்படி தான் இந்த வருது, இந்த பணம் எப்படி இந்த வருதுன்னு சொல்கிறதுக்காக சிபிசிடி எங்களோட பேங்க் அக்கௌண்ட்டை ஃப்ரீஸ் பண்ணி வச்சாங்க. 2 வருஷ காலம் எங்கள்கிட்ட எந்த உதவியும் கிடையாது, ஹோம் ஓப்பன் ஆகலை, எங்களுக்கு எந்த வருமானமும் கிடையாது, ஒன்றுமே இல்லை. கொஞ்சம் 2-3 பேருடைய சப்போர்ட்டினால மட்டும்தான் நாங்கள் நாங்கள் 10 பேர் சாப்பிட்டுட்டு இருக்கிறோம். ഫെബ്രുവരി മാസം 26-ാം തീയതി വന്ന് ഞാൻ அந்த ഉടമ്പടിയിൽ ഞാൻ ജപിച്ചேன். മാതാവേ, എനിക്ക് എന്നോട് എത്രയും പെട്ടെന്ന് சீக்கிரமாக என்னோட பேங்க் அக்கௌண்ட்டை ஓப்பன் பண்ணி கொடுக்கணும், ஜெபம் பண்ணேன். அதுவும் 8-ാം തീയതി എനിക്കത് ഓപ്പൺ பண்ணி கொடுத்தாங்க. 8-ാം തീയതി காலையில் ஜோசப் அச்சன் எனக்கு தரிசனத்தில் வந்தாங்க. நான் நினைக்கவே இல்லை. தரிசனத்தில் இப்படி வந்து ஃபாதர் வந்து ஹோமுக்கு முன்னாடி வந்து பிளெஸ்ஸிங் பண்ணுறாங்க. காலையில் ஹஸ்பண்டுக்கிட்ட நான் சொன்னேன், இதே மாதிரி ஜோசப் அச்சன் வந்திருக்காங்க, பிளெஸ்ஸிங் நடக்குது, நம்ம ஹோமில் எதுவும் நடக்க போகுதுன்னு. மறுநாள் காலையிலே பார்த்தா என்னோட கேஸ் சம்மந்தമായ எல்லா விஷயமும் பரிசுத்த மாதாவும் அங்கே முடிச்சு கொடுத்தாங்க. பிரேஸ் தி லார்ட். ஆவே மரியா.